കഴിയുന്നല്ലോ അവൻ്റെ ദയ നീക്കമുള്ളെന്ന് പറയുവാൻ. ഇന്ന് പലകാലം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് വരുവാൻ, ദൈവീയമായ കരങ്ങൾ വെളിപ്പെട്ട് വരുവാൻ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റാംസിയാം തൊനീരിയാം ധനാജഗത കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ എല്ലാ വഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. റൊമാന ഹസ്തനീ ജഗന്ധനാജ ആമൻ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ എല്ലാ വിശ്വസ്തതയ്ക്കും പരിപാലനത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ നടത്തി അങ്ങയുടെ എല്ലാ വിശ്വസ്തതയ്ക്കും അങ്ങയുടെ എല്ലാ പരിപാലനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പലകാലം അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ അവിടുന്ന് ഒരുക്കുന്ന എല്ലാ നല്ല നന്മകൾക്കും വിടുതലുകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ എല്ലാ വാതിലുകൾക്കും വഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, കൃപയിൽ മറച്ചല്ലോ. ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരുന്നപ്പോൾ നീ സൂക്ഷിച്ച കൃപകൾക്കായി സ്തോത്രം. പ്രിയ കർത്താവേ, ഹല്ലേലൂയ. അപ്പച്ചനെ അമ്മച്ചിക്ക് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ വിടുതലും ആരോഗ്യം നീ കൽപ്പിക്കണമേ. ആരോഗ്യത്തോടെ നിർത്തിക്കൊള്ളണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. പ്രിയപുരമാമയ്ക്കായി കുടുംബത്തിനായി സ്തോത്രം സഹായിക്കണമേ. പുരമാമയുടെ കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആമെ സുഖമില്ലാതെ ഇരിക്കുന്നല്ലോ, നീ പൂർണ്ണമായ വിടുതലുകളും സൗഖ്യം നീ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അജുബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു, സഹായിക്കണമേ. കുടുംബമായിട്ട് നിമാനിക്കണമേ. അജുബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് നിമാനിക്കണമേ. നിരദാസൻ കർത്താവെ, അങ്ങയുടെ ഹിതമാണെങ്കിൽ ഇന്ന് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നല്ലോ. യാത്രയിൽ നീ പരിപാലിക്കണമേ. എല്ലാ കാര്യത്തിനും വേണ്ടി ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദാസ്യം കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നീ സൂക്ഷിക്കണമേ, കൃപയും മറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, വിനോദപ്രദനായി സ്തോത്രം ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിൽ കടന്നുപോയി. അവിടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. സൂക്ഷിച്ചവർക്കായി സ്തോത്രം. ദാസിക്കായി സ്തോത്രം ചെയ്തായിരിക്കും സൂക്ഷിക്കണമേ. പ്രിയ ചന്ദ്രാമതപച്ചയ്ക്കായി സ്തോത്രം നീ ബലപ്പെടുത്തണമേ. ആരോഗ്യം ബലം കൽപ്പിക്കണമേ. മാളൂന് കൊടുത്തതായ ആമൻ സ്തോത്രം ഹല്ലേലൂയ എക്സാമിനൊക്കെ ഈസിയായി കൊടുത്തതിനെ സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങൾ നടക്കുന്ന എക്സാമിന് വരുന്ന ദൈവത്തിൻ്റെ കരം കൂടി ഇരിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ജോളി ആൻറ്റിക്കായി സ്തോത്രം നീ ഇവിടെ അത്ഭുതം ചെയ്യണമേ. ആമൻ കരം നീട്ടണമേ. സ്തോത്രം ഹല്ലേലൂയ. ജെറിക്കായി സ്തോത്രം ചെയ്യുന്നു, സഹായിച്ചാട്ട്. ആമൻ സ്തോത്രം. റോയ് ബ്രദറിനെ കുടുംബമായിട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നവരെ കുടുംബമായിട്ട് തീരുമാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്തോത്രം. കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്. അച്ചുവിന് ബ്രദറിനെ കുടുംബമായിട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നവരെ കുടുംബമായിട്ട് തീരുമാനിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ ഗ്രേസിനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ ഇതിനെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടണമേ. ഞങ്ങളെ മുറ്റുമായിട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കണമേ. ദൈവിക കരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒന്ന് രണ്ട് പേർക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഈ ദിവസം നമ്മൾ ഈ ലോകത്തെ വെറുത്തുകൊണ്ട്, ഹല്ലേലൂയ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവിനോട് അവൻ എതിർത്ത് നിൽപ്പാൻ തിരുകൃപ മതി എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേൻ സ്തോത്രം ഇന്ന് ഒരുമിച്ച് പാടി ആ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഹല്ലേലൂയ പാട്ടുകൾ പാടി ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്താമല്ലോ. നാഥാ നീ മതി എനിക്ക്
തിരുകൃപ മതി എനിക്ക്. ഇരച്ചിൽ പോലെ ഇന്ന് പലക്കാലം ദൈവത്തെ സ്തുതിച്ചിടുന്ന ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കൊടുക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിന് നമ്മൾ കരങ്ങളെ അടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദൈവം എന്നുള്ളതെന്നുള്ളത് ആ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നു കുഴഞ്ഞ ചേറ്റിൽ നിന്നു കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നു കുഴഞ്ഞ ചേറ്റിൽ നിന്നു കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ നല്ല അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തും ചെയ്യുന്നു. ഇന്ന് ആമേൻ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ അജി ബ്രദർ ഇന്ന് കടന്നു പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, വിദേശത്തേക്ക് പോകുന്നു. മാത്രമല്ല ആമേൻ അജി ബ്രദറിൻ്റെ അമ്മമ്മയുടെ ജ്യേഷ്ഠത്തി സുഖമില്ലാതെ സീരിയസ് ആയിട്ട് ആയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കോഴഞ്ചേരി പോകണം. ആമൻ സ്വതന്ത്രം പെട്ടെന്ന് പോയിട്ട് വേണം അജി ബ്രദറിന് ആമൻ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത്. ആമൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ആമൻ പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം എല്ലാം അത്ഭുതം ചെയ്യട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആമൻ ഞാനും ആമൻ വചനം ഞാൻ പെട്ടെന്ന് ആമൻ പറഞ്ഞ് പെട്ടെന്ന് അവരെയും വിടണമല്ലോ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ആലോചനകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ. Revelations chapter 5 verse 1 to 5. And I saw in the right hand of him that sat on the throne a book written within and on the backside, sealed with 7 seals. And I saw a strong angel proclaiming with a loud voice, "Who is worthy to open the book and to loose the seals thereof?" And no man in heaven nor in earth, neither under the earth, was able to open the book, neither to look thereon. And I wept much, because no man was found worthy to open and to read the book, neither to look thereon. And one of the elders saith unto me, Weep not. Behold, the Lion of the tribe of Judah, the root of David. ഇന്ന് പോലെ കാലം ആമേൻ സ്വത്രം എത്രയും ടൈമുണ്ടോ ആ ടൈമിനുള്ളിൽ ആമേൻ ഞാനിത് സംസാരിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട് യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ വഴികൾ വാതിലുകൾ
ഏതു മേഖലകളും തുറക്കുവാൻ കഴിയുള്ളവൻ. ഇവിടെ നാം കാണുന്നുണ്ട് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച്. ഞാനത് ബാക്ക്ഗ്രൗണ്ടും ഒട്ടും പറയാതെ പോവുകയാണ്, എങ്കിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അവൻ 93 വയസ്സിലാണ് നാട് കടത്തപ്പെട്ടത്. അവൻ തിളച്ച എണ്ണയിൽ, അവൻ ചരിത്രം പറയുന്നു, തിളച്ച എണ്ണയിൽ അവൻ ഈ യോഹന്നാൻ അപ്പോസ്തലനെ അവൻ ഇട്ട് കഴിഞ്ഞിട്ടും അവൻ സ്വതന്ത്രം നോർമൽ ആയതുപോലെ, അവൻ സ്വതന്ത്രം അവിടുന്ന് അവൻ പത്മോസിലേക്ക് അയച്ചതുപോലെ അവൻ അങ്ങനെയാണ്, അവൻ മരിക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവൻ സ്വതന്ത്രം. ഈ അനുഭവം എനിക്കും ലഭിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞ ജയിലിൽ, സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുമ്പോൾ എന്നെയും ഫ്രീസർ റൂം എന്ന് പറഞ്ഞ ആ ഇതിലേക്കാണ് വിട്ടത്. അവിടെ സ്തോത്രം ചെയ്തപ്പോൾ അത് നോർമൽ കൂളിംഗ് ആയതുപോലെ. അതുകൊണ്ട് നമുക്ക് നല്ല അനുഭവമുണ്ട്. ആമൻ സ്തോത്രം. അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്ന നമ്മുടെ ഫ്രീസറിൻ്റെ പോലെ ഉള്ളിടത്ത് ഇട്ടപ്പോൾ എന്നെ അവിടെ ഞാൻ സ്തോത്രം ചെയ്തപ്പോൾ അവിടുന്ന് നോർമൽ ആയതുപോലെ ഇവിടെ നാം കാണുന്നുണ്ട്. ചരിത്രം പറയുന്നു, തിളച്ച എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് അവൻ സ്തോത്രം അവൻ നോർമലായി കടന്നുപോയി. നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പത്മോസ് ദ്വീപിലേക്ക് അവൻ അയക്കുകയാണ്. പത്മോസ് ദ്വീപ് എന്ന് പറയുമ്പോൾ അവിടുന്ന് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ പ്രിയമുള്ളവരെ, 93 വയസ്സിൽ ഹല്ലേലൂയ ആമൻ സ്തോത്രം അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു അവൻ ഒത്തിരി അങ്ങ് സ്നേഹിച്ചു. അവൻ അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വായിക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറയുന്നത്, പേര് പോലും പറയാതെ. കാരണം അവൻ എപ്പോഴും ആ സ്നേഹമുള്ളത് കൊണ്ട് ആ മാർവോട് ചാരിയിരിക്കുകയാണ്. ഇന്ന് പലകാലം പ്രിയപ്പെട്ടവരോടും ഞാൻ എല്ലാവരോടും പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലല്ല ചാരേണ്ടത്. ചാരുവാൻ ഒരു നല്ലൊരു ഇടമുണ്ട്. നീ ചാരിയാൽ നിനക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ ചാരിക്കൊണ്ടിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഈ 93 വയസ്സിൽ ആ നാട് കടത്തപ്പെട്ടപ്പോൾ ആമേൻ പ്രിയമുള്ളവരെ ഹല്ലേലൂയ നീ തകരത്തില്ല. ആമേൻ. അവിടെയും നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവുണ്ട്. നീ തിരിച്ചു വരത്തില്ല, നിനക്ക് ലഭിക്കത്തില്ല, വിടുതലുകൾ സംഭവിക്കത്തില്ലെന്ന് പലരും ശത്രുവായ പലതും പറയുമ്പോൾ ഇന്ന് പലക്കാലം ദൈവം പറയുന്നു, അല്ല, നീ ഇതുവരെയും കണ്ടതല്ല, ഇതുവരെയും കാണാത്ത ചില മേഖലകൾ, ഇതുവരെയും തുറക്കാത്ത ചില വഴികൾ, ഇതുവരെയും വെളിപ്പെടാത്ത ചില മേഖലകൾ കർത്താവ് തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിനും മേലും ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുന്നുണ്ട്. ഹല്ലേലൂയ പുസ്തകം തുറക്കുവാൻ കഴിയാതെ ഒരു വ്യക്തിയെക്കുറിച്ചും ഹല്ലേലൂയ ഇതിന് യോഗ്യനായ ആരെയും കാണാതിരുന്നപ്പോൾ യോഹന്നാൻ ഒത്തിരി കരഞ്ഞു. 93 വയസ്സിലാണ് കരയുന്നതെന്ന് ഓർത്തോണം. ഇന്ന് പലക്കാലം നീ ദൈവസന്നിധി കരഞ്ഞാൽ ദൈവം മറുപടി തരുന്ന ദൈവമുണ്ട്. ഇന്ന് പലക്കാലം പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവസന്നിധി കരയണം. മനുഷ്യരുടെ മുമ്പിലല്ല, അവിടെ സ്വർഗത്തിൽ അവനിത് കരയുന്നു. സ്വർഗത്തിൽ ഒത്തിരി ശബ്ദങ്ങളുണ്ട്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം ഹല്ലേലൂയ എന്ന് കേൾക്കുന്നുണ്ട്. അവൻ മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട് അവൻ അവർ ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതൊന്നും പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ കയറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരയുന്നത് കണ്ടപ്പോൾ ഒരു മൂപ്പൻ വന്നോട് പറയാണ്, യോഹന്നാനെ നീ കരയണ്ട, ഇതാ തുറക്കുവാൻ കഴിയുള്ള ഒരു യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ, നിനക്കൊരു വിടുതൽ കൽപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. വിടുതൽ കൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം, ദൈവികമായ വിടുതൽ സംഭവിക്കപ്പെടുവാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിനെ പല പേരുകൾ പറയുന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ്. നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വായിക്കുന്ന അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നൊക്കെ പറയുമ്പോൾ, സമാധാനത്തിന്റെ പ്രഭു എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുമ്പോൾ കാണുകയാണ് യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ. ഇന്ന് പലക്കാലം ആ സിംഹമായവനെ ഹല്ലേലൂയ നമുക്ക് മധ്യത്തിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ സിംഹത്തിന് ചില പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിലൂടെ കയറി വരുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജംഗൽ ഹമ്മൻ കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ഹല്ലേലൂയ രാജാവ് എന്ന് പറയുന്നത് ആരാ? ലയൺ, സിംഹമാണ്. ഹല്ലേലൂയ. ഈ സിംഹത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഈ സിംഹം ഹല്ലേലൂയ വലിയതായിട്ടൊന്നുമല്ല. ഇതിനേക്കാൾ ഹല്ലേലൂയ സിംഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ സിംഹത്തെക്കാൾ 7 മടങ്ങ് വലിപ്പം എന്തിനുണ്ട്? ആനയ്ക്കുണ്ട്. എന്നിട്ടത് രാജാവായില്ല. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. സിംഹത്തെക്കാൾ 10 മടങ്ങ് ബുദ്ധി ആർക്കുണ്ട്? പാമ്പിനുണ്ട്. അത് രാജാവായില്ല. ഹല്ലേലൂയ. സിംഹത്തെക്കാൾ 10 മടങ്ങ് സ്പീഡ് ആർക്കുണ്ട്? കുതിരയ്ക്കുണ്ട്. ആമേൻ സ്വത്രം. ഹല്ലേലൂയ. എന്നിട്ട് അത് രാജാവായില്ല. ഹല്ലേലൂയ. സിംഹത്തെക്കാൾ 3 ഇരട്ടി ബലം ആർക്കുണ്ട്? കടുവായിക്കൊണ്ട്. ഞാൻ സ്പീഡിൽ പോവുകയാണ്, ചില സ്പീഡ് കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ. കാരണം ഇത് മൊത്തം ഒന്ന് തീർക്കണമല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞെങ്കിലേ മാത്രം മനസ്സിലാകത്തുള്ളൂ. ആമേൻ സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. മാത്രമല്ല, സിംഹത്തെക്കാൾ 10 മടങ്ങ് സ്മാർട്ടാണ് കുരങ്ങൻ. എന്നിട്ട് ഇവരൊന്നും അവൻ രാജാവായില്ല. എന്തൊക്കെയാ ഒന്ന് പറയാമോ?
നിങ്ങൾ പഠിക്കണ്ടായോ? നിങ്ങളിത് പഠിച്ച്, നിങ്ങൾ ഈ സിംഹത്തിന്റെ കുഞ്ഞുങ്ങളാണല്ലോ. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഒന്നെന്തുവാ? ഹാനേക്കാൾ എത്ര ഇരട്ടി? 10 മടങ്ങ്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ പാമ്പിന് 10 മടങ്ങ് ബുദ്ധിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിനേക്കാളും 10 മടങ്ങ് സ്പീഡ് ആർക്കുണ്ട്? കുതിരയ്ക്ക്, ഹോസ്. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, 3 മടങ്ങ് ബലം ആർക്കുണ്ട്? കടുവയ്ക്കുണ്ട്. ആമേൻ. ഇതിനേക്കാളും സിംഹത്തെക്കാൾ 10 മടങ്ങ് സ്മാർട്ട് ആർക്കാ? കുരങ്ങനെ. എന്നാൽ ഹല്ലേലൂയ, ഇതെങ്ങനെയാണ് രാജാവായത്? ഇന്ന് വലക്കാലം നമുക്ക് ആദിലെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ കാണുന്നുണ്ട്, പുസ്തകം തുറപ്പാൻ കഴിയുന്നവൻ, നിനക്ക് വിടുതൽ കൽപ്പിക്കാൻ കഴിയുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇവിടെ എഴുന്നള്ളി വരുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് വലക്കാലം പ്രിയമുള്ളവരെ, ഇവിടെ ഒത്തിരി മിടുക്കന്മാരുണ്ടായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തുവാ? ഈ സ്മാർട്ട് ആയിട്ടല്ല, അവൻ ബുദ്ധി ഉണ്ടായിട്ടല്ല, അവൻ കഴിവുണ്ടായിട്ടല്ല. പിന്നെയോ ഹല്ലേലൂയ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ വിശ്വസ്തത കാരണം നിന്നെ ദൈവം മാനിപ്പാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ഇത് ഒന്നാമത്, ഇത് ഈ സിംഹം ഹല്ലേലൂയ, ഈ രാജാവാൻ കാരണം അവന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. നാം വചനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗർജനം. അത് എത്ര സൗണ്ടിൽ എത്ര ദൂരം പോകുന്നറിയാമോ? അതിന്റെ ഗർജനം അറിയാമോ? ഹല്ലേലൂയ. 8 കിലോമീറ്റർ ദൂരം ഇതിന്റെ സൗണ്ട് കേൾക്കാം. 8 കിലോമീറ്റർ ദൂരം. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. എത്ര കിലോമീറ്റർ? 8 കിലോമീറ്റർ ദൂരം ഈ സിംഹത്തിന്റെ ഗർജനം കേൾക്കാം. കാരണം എന്തിനാ ഈ ഗർജിക്കുന്നത് അറിയാം? എടാ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നതാ. എവിടെ? ഈ കാട്ടിലുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കുകയാണ്. ഇന്ന് വലക്കലും നമ്മുടെ ഈ ആരാധന ദൈവസഭ തുടങ്ങിയത് എന്തുവാ? സൗണ്ടിലൂടെ. മർക്കോസിന്റെ മാളിമുറിയിൽ വലിയ ശബ്ദം കേട്ടപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ഹല്ലേലൂയ പെരുന്നാൾ കൂടാൻ കടന്നു വന്നവർ ഇവിടെ മാളിക മുറിയിൽ ഇരുന്ന് 120 പേര് കൂടിയപ്പോൾ അവരുടെ സൗണ്ട് കേട്ട് ഓടി വന്നതാ. ഇന്ന് വലക്കാലം അവിടെയാണ് ആരംഭം തുടങ്ങിയത്. ഇന്ന് വലക്കാലം ഞാനും നിങ്ങൾ എന്തിനാ ഉറക്കെ ദൈവത്തെ സ്തുതിക്കണം, ഉറക്കെ മാമൻ പ്രാർത്ഥിക്കണം, ഉറക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ പറയണമെന്ന് പറയാൻ കാരണം എന്താ? ഇന്ന് വലക്കാലം നീ ഇവിടെ ഉണ്ടെന്ന് ശത്രു കേൾക്കണം. ഇന്ന് വലക്കാലം മനസ്സിലാക്കണം, ഇവിടെ ഒരു രാജാവ് ഹല്ലേലൂയ വെളിപ്പെട്ട് വരുന്ന ദൈവത്തിന്റെ സഭ വെളിപ്പെട്ട് വരുവാൻ ദൈവം ഇടയാക്കുമെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഏതൊക്കെ സഭ ഇവിടെയുണ്ടോ, നമ്മൾ നാട്ടിൽ തന്നെ നോക്കാം, നല്ലപോലെ സൗണ്ടിൽ ആരാധിക്കുന്ന സഭ മാത്രം വളർന്നു വരും. അല്ലാത്ത സഭ ഇപ്പോഴും ഡൗൺ ആകും. എന്താ കാരണം? അവിടെ മനസ്സിലാക്കും ഈ സൗണ്ടിനകത്ത് ദൈവശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഈ സൗണ്ടിലാണല്ലോ ദൈവസഭ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് പലക്കാലം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആർത്ത് പാടുവാൻ, അവൻ ആർത്ത് സ്തുതിക്കുവാൻ. അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് വീട്ടിൽ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാറിൽ AC ഇട്ടിട്ട് ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പലക്കാലം ഈ സൗണ്ടിന്റെ ഗർജനം കേട്ട് ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെട്ട് ഇന്ന് പലക്കാലം പൈശാചിക മണ്ഡലങ്ങൾ തകരപ്പെടുവാൻ ഇന്ന് പലക്കാലം ദൈവം വിശ്വസ്തം തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ സംഖ്യാപുസ്തകം നമ്പേഴ്സ് വായിക്കാൻ താല്പര്യമില്ല ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇവർക്ക് ഇവിടെ സിംഹത്തിന്റെ ബലമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ആഭിചാരം വലിക്കത്തില്ല, മന്ത്രവാദം ഫലിക്കത്തില്ല. ദേശത്തിൽ നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ ബുദ്ധിക്ക് നേരെ പൈശാചിക മണ്ഡലങ്ങൾ ഏത് മന്ത്രവാദം ചെയ്താലും ഫലിക്കത്തില്ല. കാരണം എന്താ? ഇത് തനിച്ചു പാർക്കുന്നൊരു ജനമാ. ഇതിന്റെ മേലൊരു സൗണ്ട് ഉണ്ട്, ഇതിന്മേലൊരു ദൈവശക്തി ഉണ്ട്. ഇന്ന് പലക്കാലം വെളിപ്പെടുത്തുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തം തന്നെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 192 ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഗംഭീര സ്വരമുള്ള നാദത്തോടെ. ആമേൻ. 92-ാം സങ്കീർത്തനം വായിക്കണോ? നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. 92-ന്റെ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇന്ന് വലക്കാലം വീട്ടുകാരും ഹല്ലേലൂയ നാട്ടുകാരും കേൾക്കണം. ഇവിടെ അടുത്തൊരു ബന്ധുക്കോസ് വീടുണ്ടെങ്കിൽ മനസ്സിലാകണം, ഇവിടെ ഒരു സിംഹം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഒരു സിംഹം വെളിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നിന്റെ സൗണ്ടിനകത്ത് ഗംഭീര സ്വരമുള്ളത് കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കരനാദം കേൾപ്പിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പണ്ട് സ്വത്രം ഈ കോർട്ടിൽ സ്വത്രം കോടതിയിൽ ഒരു വലിയൊരു വിഷയം, രാത്രിയിൽ ഇവരുടെ വീട്ടിൽ ഭയങ്കര ബഹളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടിൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ
ഈ കോട്ടിൽ വെച്ച് നിങ്ങൾ ചെറുകയൊന്നും ആരാധിക്കില്ല. അന്നേരം പറഞ്ഞു വചനം പറയുന്നു. ഈ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. 150-ാം സങ്കീർത്തനവും ഈ 92-ാം സങ്കീർത്തനമൊക്കെ എടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നു നീ ഗംഭീര സ്വരമുള്ള നാദം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ. ഇന്ന് പലക്കാലം അത്യുച്ച നാദത്തോട് ഇന്ന് പലക്കാലം ഈ മ്യൂസിക് ഒക്കെ വെച്ച് എന്തിനാണെന്ന് അറിയാമോ? ഇന്ന് പലക്കാലം ഇത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് പലക്കാലം ദേശം മനസ്സിലാക്കും ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ഇത് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടത്തില്ല. ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും ഒരു കുടിയിരിപ്പും നടക്കത്തില്ല. കാരണമെന്തോ? നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിൽ സിംഹമായവൻ ഇറങ്ങി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ യെരിഹോ മതിലുണ്ടല്ലോ, എന്ത് സംഭവിച്ചത്? ഹല്ലേലൂയ. അവർ ആർപ്പിട്ടതേ ഉള്ളൂ. ഇന്ന് പലക്കാലം നിന്റെ മുമ്പിൽ നടക്കത്തില്ല. രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, വഴികളാകട്ടെ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് പലക്കാലം നീ ചിലതിനെ ചുറ്റിയിട്ട് നീ ദൈവത്തിന് ആർത്തിട്ടാൽ ഇന്ന് പലക്കാലം ദൈവം ചില മതിലുകളെ കടക്കത്തില്ലെന്ന് പറയുന്ന, വഴികൾ തുറക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളെ തുറന്നു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്റെ പ്രതികൂലത്തിന് നീ സൗണ്ട് ഉണ്ടാക്കിയാൽ മതി. എന്തോ സൗണ്ട്? ദൈവത്തെ സ്തുതിച്ചാ മതി. ഹല്ലേലൂയ. നിന്നെ കെട്ടി വിടത്തില്ല, മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മതിൽ കെട്ടിക്കൊണ്ട് ചില രോഗമിട്ടുകൊണ്ട് നിൽക്കത്തില്ല. ഇന്ന് പലക്കാലം ഹല്ലേലൂയ ചില രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണല്ലോ ഈ പൗലോസിന്റെ മേൽ അണലി കടിച്ചു കഴിഞ്ഞാൽ കുടഞ്ഞു തീയിലേക്ക് കളഞ്ഞു. ഇന്ന് പലക്കാലം നീ ചിലത് കുടഞ്ഞു കളയണം. ഇന്ന് പലക്കാലം നീ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ചിലത് കുടഞ്ഞു കളയണം. ചില രോഗങ്ങൾ കുടഞ്ഞു കളയണം. ചില വിഷയങ്ങൾ കുടഞ്ഞു കളയണം. ഇന്ന് പലക്കാലം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ എക്സാമിന്മേൽ, നിങ്ങളുടെ വഴികളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ, പല വാതിലുകൾ തുറക്കപ്പെടുവാൻ ഇന്ന് പലക്കാലം നീ ആത്മാവിലൊന്ന് ആരാധിച്ച് നീ സൗണ്ട് ഉയർത്തി ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നടക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളെ തുറന്നു തരുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തുക. ദൈവം വിശ്വസ്തൻ. വെച്ചപ്പോൾ ഈ മതിലുകൾ ഇടിഞ്ഞെങ്കിൽ ഡയബറ്റീസും ക്യാൻസറുകളും വെരിക്കോസ് വെയിനും ഏത് രോഗമായിക്കൊള്ളട്ടെ, ഞാൻ ചില രോഗങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഇത് ഞങ്ങൾ ആരാധിച്ച് കയറണം. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആടിച്ച് തകർന്ന് തുള്ളിച്ചാടി നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ കരമായി ചലിപ്പിക്കപ്പെടുന്നത്. നിനക്ക് വഴി തുറക്കാതെ ശത്രുവായവൻ അടച്ചു വെച്ചിരിക്കുമ്പോൾ റോഷനായ നീ ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ വഴി അടയ്ക്കാൻ പലതും നോക്കുമ്പോൾ നീ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിപ്പിക്കുക. ദൈവം വിശ്വസ്തൻ. മനസ്സിലാകും നിന്റെ ഐഡന്റിറ്റി തെളിയിക്കുക. എന്താ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞ എന്തുവാ? ഈ നിന്റെ എന്താ വ്യക്തിത്വം, അങ്ങനല്ലേ പറയുന്നത്? നമ്മുടെ ഹല്ലേലൂയ ഇത് തെളിയിക്കുക. ഞാൻ ഇവിടെ ഉണ്ട് രാജ. കാരണം അവൻ ആ കാട്ടിലൊന്ന് അലറും. സ്വത്രം. ഞാൻ വാക്യങ്ങളൊക്കെ ഇച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ വായിക്കാം. വാക്യങ്ങളെല്ലാം വചനത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ സ്തോത്രം ഇന്ന് പലക്കാലം നമ്മൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകണം, ഇവിടെ ഒരു രാജാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. സിംഹത്തിലെ ചില ബാലസിംഹങ്ങൾ, ചില കുട്ടി സിംഹങ്ങൾ ഇതിനകത്തുണ്ട്. ശത്രുവായവൻ പറയും ഹല്ലേലൂയ ഇനി ഇവിടെ നടക്കത്തില്ല, ഇവിടെ മേൽ ഇനി പരിപാടി നടക്കത്തില്ല. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ ഹല്ലേലൂയ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ അവർ ആരാധിച്ചാത്തിട്ടപ്പോൾ മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുക. എന്താ നീ മൗനമായിരുന്നു കൊണ്ട് ഹല്ലേലൂയ മൂളുകയല്ല ചെയ്തത്. അവർ ആരാധിച്ചപ്പോൾ മറ്റുള്ള ജയിൽക്കാരും കേട്ടു. അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി
ഇറങ്ങി വന്ന് വെളിപ്പെട്ടതുപോലെ ഇന്ന് പലക്കലം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുവാൻ, ചില വാതിലുകൾ തുറക്കുവാൻ, ചില രോഗസൗഖ്യങ്ങൾ നടത്തുവാൻ, ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ, ചില വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. നമുക്കൊന്ന് വായിക്കേണ്ട ഈ കരുത്തിനത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആമേൻ. സത്യം, നമുക്ക് അവിടെ സമയമില്ലാത്തത് കൊണ്ടാ. അവരുടെ ഗർജനം സിംഹത്തിന്റെ അതുപോലെ ആയിരിക്കും. നമ്മുടെ ഒരു ഐഡന്റിറ്റി തെളിയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ദേശം മുഴുവൻ അറിയണം ഇവിടെ ഒരു ബന്ധുക്കോസുകാർ താമസിക്കുന്നുണ്ടെന്ന്, ഇവിടെ ഒരു ആരാധന ഉണ്ടെന്ന് ദേശം അറിയണം. ഏതാ സൗണ്ടിൽ അറിയപ്പെടുന്നത്. ഇന്ന് പലക്കളം ശക്തമായി ഉയർത്തി ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രിയ അലനെ, നീ സൗണ്ടിലങ്ങ് ആരാധിച്ചാൽ മതി. വിഷയത്തിന് വിടുതല സംഭവിക്കപ്പെടുക, ദൈവത്തിന്റെ കരങ്ങൾ ചലിപ്പിക്കപ്പെടുക. ഞാനിവിടെ ഓരോരുത്തരുടെ പേരുകൾ ചിലരുടെ മാത്രമേ പറയുന്നുള്ളെങ്കിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയുക. നീ സൗണ്ടിൽ അങ്ങ് ആരാധിക്കുക. ഇന്ന് പലക്കാലം നീ മനസ്സിലാക്കും ദൈവത്തിന്റെ കരങ്ങൾ ചലിപ്പിക്കുവാനിടയാകും. ഈ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ആരാന്നറിയാമോ? സിംഹമാ. എത്ര മണിക്കൂർ ഉറങ്ങുന്നറിയാമോ? 16 തൊട്ട് 20 മണിക്കൂർ വരെ ഉറങ്ങും. എത്ര മണിക്കൂറാ? 16 തൊട്ട് 20 മണിക്കൂർ വരെ. ഇടാ, ഇത് നോക്കിക്കേ. ഹല്ലേലൂയ. അങ്ങനെ, കാരണം ഇത് രാജാവാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ഈ ഉറക്കം ചെറിയ ഉറക്കമല്ലെന്നേ, ഡീപ്പ് സ്ലീപ്പാ. ഗുളിക കഴിച്ചിട്ടുള്ള ഉറക്കമല്ല. ഈ പൂച്ചയൊക്കെ ആണെങ്കിൽ ഉറങ്ങുവാണെങ്കിലും ഒരു നിഴൽ തട്ടിയാൽ പൂച്ച ഉണരും. സിംഹത്തിന്റെ നടുവിൽ, കാരണം ഇതിന്റെ ഉള്ളിൽ അറിയാം ഞാൻ രാജാവാണെന്ന്. ഇന്ന് വലക്കാലം നീ ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട് നീ ഉറങ്ങാതിരിക്കരുത്. അതുകൊണ്ടാണല്ലോ പത്രോസിനെ കാരാഗൃഹത്തിനകത്തിട്ട് കഴിഞ്ഞപ്പോഴും അവൻ നല്ല ഉറക്കമാണ്. കാരണം വാഗ്ദത്തം കിടപ്പുണ്ട്. വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിക്കുന്നവൻ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനല്ല മരിക്കുന്നതെന്ന്. ഇത് ഈ വിഷയത്തിന്മേൽ വിടുതൽ കാണുമെന്ന് നീ കാണുമ്പോൾ നീ കിടന്ന് രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടമോടുകയല്ല ഇത്. അവൻ ഉറക്കമില്ല. കർത്താവേ ഹല്ലേലൂയ. ഈ വിഷയം എന്താ? നീ പറ, ഞാൻ കല്ല് സിംഹത്തിന്റെ കുട്ടിയാ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവന്റെ അവൻ പൈതലാണ്. ഇന്ന് വലക്കല് ഞാൻ ഹല്ലേലൂയ ധൈര്യത്തോടെ ഉറങ്ങും. നിഴൽ കണ്ടുകൾ പേടിക്കുന്നതല്ല. ഇന്ന് വലക്കല് ഡിപ്രഷൻ വരുന്നതല്ല. പിന്നെയോ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ചിലക്കൊക്കെ രാത്രിയിൽ ഈ ആകുലതകൾ എന്നിട്ട് ചാടി എഴുന്നേൽക്കും. എന്തുവാ? ഡീപ് സ്ലീപ്പ് ഇല്ലാത്തത് കൊണ്ടാ. ഞാൻ പറഞ്ഞല്ലോ, എന്നെയൊക്കെ ഒരിടത്ത് കിടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ അറിയാം. ഹല്ലേലൂയ. പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. സമയം ഓടുകയാണല്ലോ. ഒത്തിരി എഴുതിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആമേൻ. സഹോദരൻ, ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ട് ഞാനിത് കാര്യങ്ങൾ കയറാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ചിലർക്കാണെങ്കിൽ ഈ രാത്രി ഉറക്കരുത്. എനിക്ക് എത്ര ഫോണാ കോള് വരുന്നത്. ഇന്നലെ രാത്രിയിൽ ആമേൻ സഹോദരൻ ഹല്ലേലൂയ പഞ്ചാബിൽ നിന്ന് രാത്രി ഒരു 11:15 ഇപ്പോൾ പാസ്റ്റർ ജി എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. കാരണം എന്തുവാ? ഹല്ലേലൂയ. അവന് എന്തോ ഒരു അസ്വസ്ഥത. അവന് നല്ല ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, അവന് അസ്വസ്ഥത, ഉറക്കമില്ല. പിന്നെ രാത്രിയിൽ പ്രാർത്ഥിച്ച് അവൻ ഞാൻ പറഞ്ഞു ഉറങ്ങാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലർക്കും ഈ ആകുലത ഇനി എന്തുവായിത്തീരും, ഇനി എങ്ങനെ ആയിത്തീരും, ഇനി മുന്നോട്ട് എങ്ങനെ പോകും? പ്രിയമുള്ളവരെ, നിന്റെ അകത്ത് മനസ്സിലാക്കണം, ഞാൻ സിംഹത്തിന്റെ കുഞ്ഞാ. ആമേൻ. സ്തോത്രം. ഇന്ന് വലക്കാലം ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ബാലസിംഹം ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ഇന്നും ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. പലക്കാലം ഈ ഡിപ്രഷനായി സ്തോത്രം മരുന്ന് കഴിച്ചുറങ്ങുന്നവരുണ്ട്. ഇന്ന് പലക്കാലം അതൊക്കെ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കരങ്ങൾ സംഭവിക്കപ്പെടട്ടെ. ചിലരൊക്കെ ആണെങ്കിൽ മരുന്ന് കഴിക്കുന്ന
ഇന്ന് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു കണക്ക് അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ, ഞാൻ ഈ ഇത് മെസ്സേജിങ് തയ്യാറാക്കുമ്പോൾ പലതും സെർച്ച് ചെയ്യുമല്ലോ. ആമീൻ സ്തോത്രം. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഹല്ലേലൂയ, ആമീൻ സ്തോത്രം, 5-ൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന്. ഇന്ത്യയിലെ കാര്യമാണ്. കാരണം അവർക്ക് പലരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പലരും ആമേൻ സ്തോത്രം പല മേഖലകൾ നിൽക്കുകയാണ് ഇന്ന് പലക്കാലം. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്നോ മിനിഞ്ഞാന്നോ പേപ്പറിലുണ്ടായിരുന്നു തോന്നുന്നു, ആമേൻ സ്തോത്രം, ഈ ടാറ്റാക്കാർ കണ്ടുപിടിച്ചു, ഹല്ലേലൂയ, ഈ ഇന്ത്യയിൽ 5-ൽ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന്. അതിന് 100 രൂപയ്ക്ക് ഒരു ടാബ്ലറ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഏതാ AI വെച്ച്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പലക്കാലം പ്രിയമുള്ളവരെ, ഇതിലൊന്നുമല്ല, നീ ദൈവത്തെ ആരാധിക്ക്, നീ ദൈവത്തെ സ്തുതിക്ക്. എന്ന് പലക്കാലം 5 പേരെ കൂട്ടത്തിലുള്ളതല്ല നീ. ഇന്ന് പലക്കാലം നീ ദൈവത്തിന്റെ പൈതലാ. നീ ദൈവത്തിന്റെ പൈതലാകുമ്പോൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരങ്ങൾ ചലിപ്പിക്കുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. ചിലർക്ക് അന്ന് ഭയങ്കര പേടിയാ, രോഗം വരാൻ പോവുക. ഇപ്പം വിഷയങ്ങൾ വരുമോ? ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞു തന്നെ 5 പേർക്ക് ഒരാൾക്ക് വരും. ചിലപ്പോൾ എനിക്ക് വരുമോ, എനിക്ക് ക്യാൻസർ. അത് കഴിച്ചപ്പോൾ ഇങ്ങനെ ഇതൊന്നുമല്ല, നീ പേടിക്കുന്നില്ല. നിനക്കകത്തൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ ആരാ? ഞാനൊരു ദൈവ പൈതലാ. എന്റെ ശിരസിലൂടെ ഓടുന്നത്, എന്റെ ശരീരത്തിൽ ഓടുന്നത് ദൈവത്തിന്റെ രക്തമാണ്. ആ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഇന്ന് പലക്കാലം നീ മുദ്രയിട്ടപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അതിനെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ രാത്രി കഴുത്തിന് ഞെരുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടും, ആമേൻ സ്തോത്രം, എത്ര ഫോൺ കോളുകളാണ് വരുന്നത്. ആമേൻ സ്തോത്രം. ചിലർ കഴുത്തിന് ഞെരുക്കുന്നുണ്ട്, ചിലർ രാത്രി എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട്, ചിലർ രാത്രി സംസാരിക്കുന്നവരുണ്ട്. അവൻ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. എല്ലാ മേഖലയിലും പലതും നടക്കുക. എന്നാൽ ആമേൻ, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവൻ സ്വർഗത്തിൽ, ഹല്ലേലൂയ, സ്വർഗീയ ദർശനം കാണുക. കാരണം കാറ്റിലായാലും യാക്കോവേ, നീ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതുമായ ചില കോവേണികൾ കണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ദൈവം ഇന്നും വിശ്വസ്തൻ തന്നെയാണ്. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത് രാജാവാണെന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഈ ഹല്ലേലൂയ ഈ സിംഹത്തിനുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു ഉറങ്ങുന്നത്. നമുക്ക് ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്? ഈ ആകുലത വരും. കാരണം സ്തോത്രം, കർത്താവ് തന്നെ പഠിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഗിരിപ്രഭാഷണത്തിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ആമേൻ സ്തോത്രം കുരുകിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിടത്ത് എഴുതിക്കുന്ന, ഹല്ലേലൂയ, 5 കാശിന് 2 കുരുകിൽ ലഭിക്കുന്നു. വേറെടുത്ത് നമ്മൾ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് ഞാൻ പറയുന്നില്ല. ഈ സ്തോത്രം നോക്ക്, ദൈവം നിങ്ങൾ അതിനേക്കാൾ വിശേഷതയുള്ളവരെന്നാണ് പറയുന്നത്. നമ്മൾ വിശേഷപ്പെട്ടവരാ. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തുന്ന സംഖ്യാപുസ്തകത്തിൽ വായിച്ചത്. നമ്മളൊരു പ്രത്യേക ഗുണമാണ്, അവൻ പ്രത്യേക ജനമാ. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിന്മേൽ ഒരു പ്രതികൂലങ്ങളും വരുത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഇതൊക്കെ ഈ കടൽ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ ശിഷ്യന്മാർ കിടന്നങ്ങ് പറയാ, ഹല്ലേലൂയ, നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരിക്കും. കാരണം കർത്താവിനറിയാം ഇത് നശിക്കാനുള്ളതല്ലെന്ന്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് നല്ലവണ്ണം അറിയാം, മനസ്സിലാക്കാം. ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ദൈവിക കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പലക്കാലം എത്ര പ്രതികൂലത്തിന് നടുവിലായാലും, അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ പത്രോസ് പിന്നത്തേതിൽ അവൻ അപ്പോസ്തലരുടെ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അവൻ കാരാഗരത്തിനകത്ത് നല്ല രീതിയിൽ ഉറങ്ങിയ. ഇന്ന് പലക്കാലം മനസ്സിലായി നമുക്കൊരു ഐഡന്റിറ്റി. നീ ഏത് തരത്തിലായാലും നീ ഉറങ്ങിക്കോ, വഴി തുറക്കുക. ചിലർക്ക് എക്സാം വരുമ്പോൾ ഭയങ്കര ടെൻഷൻ, വാതിലുകൾ തുറക്കപ്പെടാതിരിക്കുമ്പോൾ ഭയങ്കര വിഷയം, കമ്പനികൾ തുറക്കപ്പെടാതിരിക്കും വിഷയം, അവൻ മറ്റെന്തെങ്കിലും രോഗമാണെന്ന് പറയുമ്പോൾ വിഷയമാണ്. എന്താ എടാ, നീ ദൈവകരങ്ങളിൽ സമർപ്പിക്ക്, നീ സ്വസ്ഥത അനുഭവിക്ക്. ഹല്ലേലൂയ, ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വചനം പറയുമ്പോൾ ആ വചനത്തിൽ നീ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. നമുക്ക് അടുത്ത ഒരു പ്രത്യേകത കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്താം. നാഹൂം പ്രവാചകന്റെ പുസ്തകം. നാഹൂം അറിയാമോ? എടുത്തിട്ട് പോലും ഇല്ലായിരിക്കും. അമേശ്വരം പേജ് നമ്പർ 882, 882 പേജിൽ, ഹല്ലേലൂയ, അതിന്റെ 2-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ. നാഹൂം പ്രവാചകനും
സ്തോത്രം. നമ്മളിവിടെ അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ഇതിന് ഒരു പേടിയുമില്ല. വേറെ ആരെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാൻ എവിടോട്ട് വിടുക, പേടിയാ. ജർമ്മനി വിട്ടു, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് വിട്ടു, വേറെ ദേശത്ത് വിട്ടു, കാനഡ വിട്ടു, അയ്യോ ഒറ്റയ്ക്കാ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വിട്ടു, എറണാകുളത്ത് വിട്ടു, പേടിയാ. ഇതിന് പേടിയില്ല. കാരണം ഇത് ആരാണെന്നുള്ളത് ഇതറിയാം. പേടിക്കത്തില്ല. ഹല്ലേലൂയ. സിംഹവും സിംഹിയും ബാലസിംഹവും അവിടെ അത് വ്യക്തരുന്നു. ഹല്ലേലൂയ. അപ്പനെയോ അമ്മയെയോ ഭാര്യയോ പിള്ളേരെ തൊട്ട് ഇതൊന്നും പേടിക്കത്തില്ല. കാരണം ഞാൻ ആരാണെന്നറിയാം. ആമേൻ. അതുകൊണ്ടാണല്ലോ പൗലോസ് എനിക്ക് മരിക്കുന്നത് ലാഭമാണെന്ന്. കാരണം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരും. കാരണം ഇത് ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ളൊരു ചിന്ത. ഹല്ലേലൂയ. കാരണം ഇതിൻ്റെ നമ്മളവിടെ ഇതൊക്കെ ഒത്തിരി ആഴങ്ങളിൽ പഠിക്കണം. ഇതിൻ്റെ മേച്ചിൽപ്പുറമോ എവിടെയാണെന്ന് അറിയത്തില്ല, എവിടുന്നാ ഇത് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് ഞാൻ കുറച്ചുകൂടി നമ്മുടെ അറിയാവുന്ന ഭാഷയിൽ പറയാം. മേച്ചിൽപ്പുറം അവിടെ എഴുതിക്കുന്നത് അങ്ങനെ. മേച്ചിൽപ്പുറം എവിടെയാണെന്ന് അറിയത്തില്ല. കാരണം ഇത് ഉറങ്ങുന്നത് എത്ര? 20 മണിക്കൂർ ഉറങ്ങും. 16 തൊട്ട് 20 മണിക്കൂർ വരെ കിടന്ന് ഉറങ്ങും. എന്നിട്ട് ആകെ കിട്ടുന്ന പിന്നെ 4 മണിക്കൂറുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകം മുഴുവൻ എന്ത് ചെയ്തു? അവൻ മറഞ്ഞിരിക്കുക. കാരണം തന്നെ കടിച്ചു കീറി അങ്ങനെ വായിക്കുന്നത്. വേണം ഒന്നുകൂടെ ഒന്ന് വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ വായിച്ച് നമുക്ക് മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. ആ അവൻ ഇതിന് ആഹാരമില്ലാതിരിക്കുന്നത് മൊത്തം നിറഞ്ഞു കിടക്കുകയാണെന്ന്. അതുകൊണ്ടാണല്ലോ നന്മയും കരുണയും ഒക്കെ എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറയുമ്പോൾ, ചിലപ്പോൾ നമുക്ക് ചില പൈസയ്ക്കോ ചില എങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത ദിവസം എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ തുറക്കുമെന്നറിയത്തില്ല. പക്ഷെ നീ സ്വസ്ഥമായി ദൈവസന്നിധി ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി വഴി തുറക്കും. എത്ര അനുഭവം എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്കും പറയാനുണ്ട്. കാരണം ഇത് വന്നിട്ട് എത്രയോ പേർ ഹല്ലേലൂയ എങ്ങനായിരിക്കും കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, യോ എങ്ങനെ കുഞ്ഞിൻ്റെ ഫീസ് കൊടുക്കുന്നത്, എങ്ങനായിരിക്കും ഈ സ്വത്രം അടുത്ത സ്വത്രം ഹല്ലേലൂയ മറ്റേ വിഷയത്തിന് മേൽ കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കും. നീ ചിന്തിക്കേണ്ടതെന്ന്. കാരണം നിനക്ക് വേണ്ടി കടിച്ചു കീറി വെച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ അതെയാ പറയുന്നത്. ഹല്ലേലൂയ. കാരണം നീ അതോടെ തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇന്ന് മലക്കാലം കാരണം നീ ഉറങ്ങിയാൽ മതി, നീ ദൈവസന്നിധിയിൽ വിശ്രമിച്ചാൽ മതി, ആശ്രയിച്ചാൽ മതി. ദൈവത്തിന്റെ കരം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിന്റെ പിള്ളേരുടെ വയറ് നിറഞ്ഞിരിക്കും. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി നടത്താൻ കഴിവുള്ള ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഇന്ന് വലക്കാലം ഹല്ലേലൂയ നമുക്ക് നടക്കുന്ന കാര്യം പലതും പറയാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ നടക്കുന്നു, കാരണം എങ്ങനെയാണ് ഇത് നടന്നതെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളെ, ആണ്ടുകൾ, കഴിഞ്ഞ നാളുകളിലെ വർഷങ്ങൾ, അപ്പോൾ ഇതൊന്നും നോക്കുമ്പോൾ സ്വപ്നം കാണുന്ന പോലെ ഞാൻ പലപ്പോഴും പലയിടത്തും സാക്ഷ്യം പറയാറുണ്ട്. ഞാൻ പലതും ഇന്ന് സ്വപ്നം കാണുന്നതിനെ പോലെയാ. കാരണം ഇതെങ്ങനെ നടന്നു എന്ന് പോലും നമുക്കറിയത്തില്ല. എങ്ങനെ നടന്നെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വഴികൾ അത് അഗോചരമാ. അവന്റെ വിശാലത വിശ്വസ്തതയാ. അവന്റെ അനുഭവങ്ങൾ അതാണ് പറയുന്നത്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ കീറി വെച്ച് ആ റൂം നിറച്ച് വെച്ചിരിക്കുന്ന പോലെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഇന്ന് പിന്തുടരുമെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി അവൻ വെളിപ്പെടും. ഹല്ലേലൂയ. നീ നന്മയുടെ പുറകെ പോകണ്ട, നീ ക്രിസ്തുവിന്റെ പുറകെ പോയാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
എങ്ങനെ ബിസിനസ് നടക്കും, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അയ്യോ, ഈ വർഷം പെട്രോൾ വില കൂടി, ഈ വർഷം വല്ല അരിക്ക് വില കൂടി, ഈ വർഷം ഇന്നതിന് കൂടി, മറ്റൊരു ഇടം. നീ എന്തിനു ഭാരപ്പെടുന്നത്? കാരണം നിനക്ക് വേണ്ടി വയറ് നിറയ്ക്കുക അവൻ കീറി വെച്ചിരിക്കുന്ന വഴികൾ തുറക്കുന്ന, വാതിലുകൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ വ്യക്തമായി പറയുകയാണ്, ദൈവം ഇന്ന് പലക്കാലം വെളിപ്പെടുത്തുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇത്രയും നാളായിട്ട് നീ വാടക കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? കാരണം നടത്തിയ ദൈവത്തിന്റെ വഴി ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് അഗോചരമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പലക്കാലം സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബാലസിംഹങ്ങളും ചിലപ്പോൾ ചില ടൈമിൽ ഇരകെട്ടാതെ വിശന്നിരിക്കും. സങ്കീർത്തനം 34:10 അങ്ങനെ കാണുന്നത്. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, ചിലപ്പോൾ അത് വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവരുടെ തലമുറകൾ ഒന്നിനും ഒരു വിഷയത്തിലും മുടക്കം വരുത്താത്ത ദൈവം. കാരണം യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് പലക്കാലം വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ആ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം പ്രൊവേർബ്സ് സദൃശവാക്യങ്ങൾ 30-ാമത്തെ വാക്യം. അവൻ ഹല്ലേലൂയ സദൃശവാക്യം. പ്രൊവേർബ്സ് chapter 30 verse 30. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 30-30. ഒന്നിനും വഴിമാറാത്ത സിംഹം. സത്രം. ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങളൊക്കെ ലേറ്റ് ആകുന്നത് കൊണ്ടാണ് ഞാൻ ഈ റെഫറൻസ് പോലും പറയാത്തത്. കാരണം എനിക്ക് ഈ വാക്യങ്ങൾ അറിയാം, കാര്യങ്ങൾ അറിയാം. സ്തോത്രം. അല്ലെങ്കിൽ ഒന്നിനും വഴി മാറാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും സിംഹം എന്ത് ചെയ്താൽ വഴി മാറത്തില്ല. എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര പ്രശ്നങ്ങൾ വന്നാലും പേടിച്ച് പോകത്തില്ല. എക്സാം വരുന്നോണ പേടിച്ച്, മറ്റേ വിഷയങ്ങൾ വരുമ്പോൾ ഇതെങ്ങനായിത്തീരും. ക്യാൻസറിന്റെ വിഷയം, ഡോക്ടർ എന്നതാ പറഞ്ഞത്, നീ പേടിക്കത്തില്ല, നീ വഴി മാറത്തില്ല. കാരണം നീ സിംഹമാ. നിന്റെ അകത്തൊരു ബോധ്യമാണ്, ഇത് ഞാൻ ആരാണെന്ന് ഓർത്തോണം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ എന്റെ ഉപദേശി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പ് വേണം. ഞാൻ ആരാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് എന്ത് വിഷയം വന്നാലും നീ തകരത്തില്ല. കാരണം ഹല്ലേലൂയ, നിന്റെ മുമ്പിലുള്ള ഏത് തടങ്കൽ പാറ വന്നാലും അതിന്റെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പലക്കാലം സ്തോത്രം പലർക്കും വന്നെങ്കിൽ ഈ വളഞ്ഞ വഴിയാ നോക്കുന്നത്. സിംഹത്തിന് വളഞ്ഞ വഴിയില്ല, ഈ പാമ്പായി വളഞ്ഞു പോകുന്നത്. നമ്മൾ അവിടെ പറയുന്നത് സിംഹത്തിന്റെ കാര്യം പറയാണ്, അതിന് ഒന്നിനും വഴി മാറത്തില്ല. നമ്മൾ നോക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഇതിനകത്തിലൊക്കെ ഈ യൂട്യൂബ് ചാനലൊക്കെ നോക്കുമ്പോൾ സിംഹത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഒരു കോഴ്സിലല്ല, എവിടെ വന്നാലും നേരെ അങ്ങ് നിൽക്കുകയില്ലയോ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അപ്പച്ച ഒരു വിഷയം നേരെ നിൽക്കും. കാരണം ഇത് അവനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം അവൻ എന്നോട് കൂടെ ഇരിക്കുകയാണ്. നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലക്കാലം ഹല്ലേലൂയ. ചില ആത്മീയരെ കാണാം, ആത്മീയരും ഇങ്ങനെ ഈ തരികട കാണിക്കുന്നവരാ. വളഞ്ഞു വിളഞ്ഞു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ നല്ല രീതി, വെളിയിൽ പോകുമ്പോൾ ഇങ്ങനെ അത് പാമ്പിന്റെ സ്വഭാവം. അവർ ഒരിടത്തും രക്ഷപ്പെടത്തില്ല, അവിടെ തലമുറയിൽ രക്ഷപ്പെടത്തില്ല. നീ നേരെ നിൽക്കുക. കാരണം സിംഹത്തിന് വലിയ അത് വഴി വചനമാണല്ലോ പറയുന്നത്. ആരാ പറഞ്ഞത്? ജ്ഞാനികളിൽ ജ്ഞാനിയെ ശലോമോനാ പറയുന്നത്. കാരണം ഈ ഒരു മേഖലകൾ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ യേശു കർത്താവാണെങ്കിൽ കപടഭക്തിക്കാരോടൊക്കെ നേരിട്ടാണല്ലോ പറയുന്നത്. വേണ്ട, ആ വാക്യം വേണേൽ വായിക്കാം. നമുക്ക് വായിച്ചാലേ കുറച്ചുകൂടെ മനസ്സിലാവും. മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 27 and 28. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27-28 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 27 and 28. സ്തോത്രം, സ്തോത്രം. നമുക്ക് മനസ്സിലായി ഇത് ആരോടാ പറയുക? നേരിട്ടാ പറയുന്നത്. നീ വെള്ള തേച്ച ശവക്കല്ലറയാ.
അങ്ങനത്തെ ഉള്ളത് നേരിട്ട് പറയുന്ന ആരാ? നമ്മൾ നേരിട്ട് മുഖത്ത് നോക്കി. കാരണം എന്താ? സിംഹത്തിൻ്റെതായ അനുഭവങ്ങളാണ്. നമുക്ക് ഈ തിരുവല്ലായ്ക്കും ചെങ്ങന്നൂർ ഇടയ്ക്ക് ഈ മുണ്ടങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയാം. മുണ്ടങ്കാവ് പണ്ടത്തെ കാര്യമാണ്. സ്വതന്ത്രം ഹല്ലേലൂയ. ആ ടൈമിലെ ഹല്ലേലൂയ ഈ 1970 1970 ഗവർണർ ഉണ്ടായിരുന്നു. IAS IPS പഠിക്കുന്നത് ഹല്ലേലൂയ. ഈ NN വാഞ്ചോ എന്ന് പറഞ്ഞൊരു ഗവർണർ ഉണ്ടായിരുന്നു അന്ന്. സ്വതന്ത്രം ഹല്ലേലൂയ. അവിടെ ചെറിയൊരു പാലമായിരുന്നു. ഏതാ? മുണ്ടങ്കാവ് ആ ഭാഗത്തൊരു ചെറിയൊരു പാലമുണ്ട്. അങ്ങനെ ഈ വരുമ്പോഴാണ് അന്ന് ഈ കാളവണ്ടി എല്ലാവരും കണ്ടിട്ടുണ്ടോ? കാളവണ്ടി കണ്ടിട്ടുണ്ടോ? കാളവണ്ടി. ഈ കാളവണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്തു? ഈ ഇതിൻ്റെ പാലത്തിന് നടുക്കായപ്പോൾ രണ്ട് ഗവർണറും എസ്കോർട്ടായ പോലീസും കൂടെ വരിക. അന്ന് ഈ 10-30 വണ്ടികളൊന്നുമില്ല. ആകെ ഒരു മുന്നിലൊരു എസ്കോർട്ട് മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പകുതി വാളവണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി സ്വത്രം അവിടെ നിർത്തിയിട്ട് പറഞ്ഞു. അപ്പോഴത്തേന് പോലീസ് എടുക്കടാ വണ്ടി പുറകോട്ട് പറഞ്ഞു. ആള് സൗമ്യനെ പറഞ്ഞു, സാറേ ഇതിന് പുറകോട്ടുള്ള ഗിയറില്ല, ഇത് മുന്നോട്ടേ പോകത്തുള്ളൂ. വണ്ടിക്ക് പല ഗിയറുകൾ കാണും, പക്ഷെ ഇതിൻ്റെ പരിപാടി ഇത് മുന്നോട്ടേ ഉള്ളൂ. നമ്മൾ വായിച്ച വാക്യങ്ങൾ നോക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും കിടന്നോ, നിങ്ങൾ 2 ദിവസം കിടന്നാലും ഞാൻ ഇതിന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് മുന്നോട്ടേ പോകത്തുള്ളൂ. സിംഹത്തിൻ്റെ പരിപാടി അത് തന്നെയാണ്, മുന്നോട്ടേ പരിപാടിയുള്ളൂ. നമ്മൾ എന്തു പ്രശ്നം വന്നാലും മുന്നോട്ട് തന്നെ പോകണം. ഇതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് വലക്കൽ നിങ്ങൾക്കിത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണങ്ങളോട് ചേർത്ത് പറയുന്നത്. ഇന്ന് വലക്കലും നമുക്ക് എന്ത് വിഷയം വന്നാലും നേരെ ഹല്ലേലൂയ നേരെ നിൽക്കുവാൻ കഴിയുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഹല്ലേലൂയ ഇന്ന് വലക്കൽ നേരെ വാ. നീ നേരോട് ജീവിച്ചാൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നീ നേരോട് നിന്നാൽ നീ ദൈവസഭയിൽ മാത്രമല്ല ദൈവ രാജ്യത്തിന് നീ പ്രയോജനപ്പെടും. കാരണം നീ നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ലെന്ന് വചനം വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. സമയങ്ങളോടുവാ ഒരു വാക്യം വായിച്ചേക്കാം, ഒരു വാക്യം വായിച്ചങ്ങ് നിർത്തേക്കാം. പ്രൊവേർബ്സ് സദൃശവാക്യം തന്നെ 28-ന്റെ 1-ാമത്തെ വാക്യം. ധൈര്യശാലിയാണ് സിംഹം. നമ്മളവിടെ വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആര് ഓടിക്കുക? ദുഷ്ടന്മാർ ഓടിപ്പോകും. നീതിവന്മാരോ ബാലസിംഹം പോലെയാ. നീ ആരെ ഓടിക്കണ്ട, അത് ഓടിക്കോളും. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ. ചിലർ പറയും ഈ വീട്ടിൽ താമസിക്കേണ്ട സ്വതന്ത്രം ജാതക വിഷയമാണ്, മറ്റ് പ്രോബ്ലമാണ്, നീ ഓടണ്ടെന്ന്. നീ ഇവിടെ നിന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവൻ ദുഷ്ടന്മാർ തന്നെ ഓടിപ്പോകുമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ചിലർക്കാണെങ്കിൽ ഈ ഒരു മേഖലകളാ. സ്തോത്രം. ഈ ഒരു മേഖലകളിലേക്ക് ഞാനത് നിർത്തിയേക്കണം സമയങ്ങൾ ഓടുന്നുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നീ പേടിക്കേണ്ട വിഷയമില്ല. കാരണം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരമള ചലിപ്പിക്കപ്പെടുന്നത്. ഒത്തിരി വാക്യങ്ങളുണ്ട് ഈ സിംഹത്തെ. നമ്മൾ ആ മറ്റേ വിഷയത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിനക്ക് വേണ്ടി തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് വലക്കാലം ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തിന് കരം. ആമേൻ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യോഹന്നാനെ നിനക്ക് വേണ്ടി മൂപ്പന്മാർ പറയുന്നുണ്ട്, നീ കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് വലക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വലക്കാലം നിന്റെ വിഷയത്തിന്മേൽ, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ, നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ, നിന്റെ ജോലിയുടെ വിഷയത്തിന്മേൽ, നിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ വിഷയത്തിന്മേൽ, ഇന്ന് വലക്കാലം നിന്റെ രോഗത്തിന്റെ വിഷയത്തിന്മേൽ, നിന്റെ എക്സാമിന്റെ വിഷയത്തിന്മേൽ, നിനക്ക് എവിടെയാണോ പോകേണ്ടത് ഇന്ന് പലക്കാലം നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി ഹല്ലേലൂയ നീ കരയണ്ട. വിഷയം എന്താ? ഇന്ന് വലക്കാലം യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് വലക്കാലം ഇത് തുറക്കാൻ കഴിയുന്നവൻ ഇന്ന് വലക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. വിഷയങ്ങളുടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ ജി ബ്രദർ ഇന്ന് ഉച്ച കഴിഞ്ഞ് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവൻ കയറുന്ന വാഹനങ്ങൾ, ഫ്ലൈറ്റ്, യാത്ര ചെയ്യുന്ന പല മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പുതിയപ്പെടണം. അഭിഷേകത്താൽ ദൈവം നിറയ്ക്കണം. അവിടെ ചെന്ന് അവൻ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം വെളിപ്പെട്ട് വരുവാൻ
ദൈവത്തിൻ്റെ കരം നീട്ടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ദാസിയും കുഞ്ഞുങ്ങളും ആയിരിക്കുമ്പോൾ ഒരു കുറവും വരുത്താതെ സൂക്ഷിക്കുന്ന, കൃപയിൽ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വിനോദ് ബ്രദർ പറഞ്ഞ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് പാഴാക്കാതെ ചിലവാക്കുവാൻ, ആ വ്യക്തികളിലൊക്കെയും രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടണമേ. വിനോദ് ബ്രദറിനെ നീ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നീ സഹായിക്കണമേ. പ്രിയ ജോഹാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശമന രഹസ്യാതനാജ എക്സാമിന് മേൽ ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെട്ട് വരുവാൻ ഇൻ്റർനാഷണൽ എക്സാമാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ അപ്പച്ചനെയും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മച്ചിക്ക് എച്ചരാമൻ അല്പമായ ശരീരത്തിന് ഒത്തിരി ക്ഷീണമുണ്ടായിരുന്നു. ദൈവം അതിനുമേലൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവന് കഴിഞ്ഞ ദിവസം ട്രിപ്പൊക്കെ കൊടുത്തു. ദൈവം താങ്ങി നിർത്തി. വരും ദിവസങ്ങൾ പൂർണ്ണ വിടുതലോട് ആരോഗ്യത്തോട് ഇവിടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ റോഷനയുടെ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കണം. അവൻ്റെ വാതിലുകൾ തുറക്കണം. അതുപോലെ പൊന്നമാമയുടെ ജ്യേഷ്ഠത്തിയുടെ ആ വിഷയം നമ്മൾ കേട്ടുവല്ലോ. ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുവാൻ, പൂർണ്ണ വിടുതലും സൗഖ്യവും കൽപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം, നമ്മുടെ മഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കൊച്ചു കുഞ്ഞായി കടന്നു വന്ന കുഞ്ഞിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. റോഷിനെയും കല്ലെ കുഞ്ഞിനെയും ഓർത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതുപോലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. പല വിഷയങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതിന്മേൽ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ, മുമ്പിലർപ്പിച്ച സ്വത്ര വഴികളുണ്ട്, ദശാംശം കൊടുക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ. ദൈവം ആർക്കും കടക്കാരല്ല. ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആമേൻ. കർത്താവ് പ്രാർത്ഥന ഘടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ആഴ്ച ജീവിപ്പാനുള്ള വലിയ കൃപ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം അവൻ യാത്ര പുറപ്പെടുന്ന പ്രിയദാസനോട് ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കൂടി ഉണ്ടാകുന്നതിനോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ആഴ്ച നടക്കുന്ന എല്ലാ മേഖലയിലും ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിനോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസം നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിഷയങ്ങൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് യാത്ര പുറപ്പെടുന്ന കർത്താവിൻ്റെ ദാസരോടും കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ആമേൻ കർത്താവിൻ്റെ ഒരു ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ.